തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരു പടി മുന്നേ നീങ്ങാൻ കോൺഗ്രസ് ഇതാ സജ്ജമാകുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുന്നു. നാളെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. KS ശബരിനാഥിന്റെ നേതൃത്വത്തിലുള്ള യുവനിരയും പ്രവർത്തന പാരമ്പര്യമുള്ള മുതിർന്ന നേതാക്കളുമൊക്കെ ഉൾപ്പെടുന്നതാകും പട്ടിക. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ടുണ്ട്. അമൽ, ഈ ശബരിനാഥൻ വരുന്നതുമായി ബന്ധപ്പെട്ട് ചില നേതാക്കൾ സംശയം ഇത് അങ്ങനെയുണ്ടോ എന്നൊക്കെ ഒരു സംശയം പ്രകടിപ്പിച്ചായി, അതായത് സണ്ണി ജോസഫ് തന്നെ പറഞ്ഞു അങ്ങനെ ഒരു വിഷയം അറിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ എന്താണ് അതിലൊരു സ്ഥിരീകരണം വരികയാണോ? യുവ നേതൃത്വത്തിന്റെ മികവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാം എന്ന കണക്കൂട്ടലാണോ? ദിവിഷ, മുതിർന്ന നേതാക്കൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങും എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. അതിൽ പദവികളൊന്നും പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനം. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഈ നിലവിൽ ഉള്ള 9 സീറ്റ് എന്നതിനപ്പുറത്തേക്ക് സീറ്റ് നില വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് നില മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനാണ്, അതിനാൽ തന്നെ അവിടെ തിരിച്ചടി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. കഴിഞ്ഞ കുറേ നാളുകളായി VS ശിവകുമാറിൻ്റെയും അതോടൊപ്പം തന്നെ K മുരളീധരൻ്റെയും എല്ലാം നേതൃത്വത്തിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തനം നടക്കുന്നു. K മുരളീധരൻ ഇപ്പോൾ അതിൻ്റെ പൂർണ്ണമായ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിക്കുന്നത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ മുതിർന്ന നേതാക്കളുണ്ട്. ജോൺസൺ ജോസഫിനെ പോലെ, പട്ടമനിലെ പോലെ മുതിർന്ന നേതാക്കൾ ആ പട്ടികയിൽ ഉൾപ്പെടുന്നു. അതോടൊപ്പം തന്നെയാണ് യുവനിരയ്ക്ക് വലിയ തോതിലുള്ള പ്രാധാന്യം നൽകുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ നേമത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു വാർഡിൽ സ്ഥാനാർത്ഥിയാകും. ആ സീറ്റിൻ്റെ എവിടെ വാർഡ് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ ധാരണ ഇന്ന് വൈകുന്നേരത്തോടെ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുട്ടറ വാർഡിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് വൈഷ്ണ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനമാണ് ഉള്ളത്. തലസ്ഥാനത്ത് നടക്കുന്ന സമരപരിപാടികളിലെല്ലാം സജീവമായി രംഗത്തുള്ള ആളാണ് വൈഷ്ണയെ മത്സരിപ്പിച്ചാൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ വീണ എസ് നായർ നേരത്തെ മത്സരിച്ചിരുന്ന ആളാണ്, എങ്കിൽ കൂടി ആ വീണയെ ഒരു വട്ടം കൂടി മത്സരിപ്പിക്കാനുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നു. വീണയുടെ പേരും നാളെ പ്രഖ്യാപിക്കുന്ന പട്ടികയിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ KS ശബരിനാഥിൻ്റെ പേരും ഉൾപ്പെടുന്ന ഒരു പട്ടികയാകും നാളെ പ്രഖ്യാപിക്കുക. ശബരിനാഥിൻ്റെ നേതൃത്വത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ശബരി മത്സരിക്കും, അത് എവിടെ വേണം എന്നുള്ള കാര്യത്തിലൊക്കെ ചില ആലോചനകളും മറ്റുമൊക്കെ നടന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ കാര്യത്തിന് സ്ഥിരീകരണമാവുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി കോർപ്പറേഷൻ തലത്തിൽ കോൺഗ്രസ് നിലവിൽ BJP കോൺഗ്രസ് CPM-നൊക്കെ പിന്നിലാണ്. എങ്ങനെയാണ് ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രചാരണവും പ്രവർത്തനങ്ങളും നടക്കുന്നത്? വലിയൊരു ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ടോ തിരിച്ചു വരാൻ കഴിയുമെന്ന്? വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ K മുരളീധരൻ തൃശ്ശൂരത്തെ പരാജയത്തിന് ശേഷം മടങ്ങിയെത്തി താഴെ തട്ടിലടക്കം പ്രവർത്തനം സജീവമാക്കിയിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ നേമമടക്കം കഴക്കൂട്ടമടക്കമുള്ള മേഖലകളിലൊക്കെ കോൺഗ്രസിൻ്റെ താഴെ തട്ടിലെ പ്രവർത്തനം നിർജീവമായിരുന്നു എന്ന് പറയാം. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു ഘട്ടത്തിൽ K മുരളീധരൻ ഇതിൻ്റെ ചുമതല ഏറ്റെടുത്ത ശേഷം എല്ലായിടത്തും പ്രവർത്തനങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വിവിധയിടങ്ങളിൽ പോകുമ്പോൾ ചുവരുകളിലുള്ള കൈപ്പത്തി ചിഹ്നങ്ങളും മറ്റുമൊക്കെയാണ്. കോൺഗ്രസ് നൽകിയിരിക്കുന്ന സീറ്റുകളിലൊക്കെ ഭിത്തിയിൽ വെള്ളക്കളർ അടിച്ച് അവിടെ ചിഹ്നങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ പേര് മാത്രം ഉൾപ്പെടുത്തിയാൽ മതി എന്നുള്ളതാണ്. അതൊന്നും കഴിഞ്ഞ കാലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശീലിച്ചു വന്ന കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ വഞ്ചൂർ വാർഡ്, നമ്മുടെ ഓഫീസിരിക്കുന്ന വാർഡിലടക്കം പലയിടങ്ങളിലായി അത്തരത്തിൽ ചുവരിലൊക്കെ വെള്ള പെയിന്റ് അടിച്ച് കൈപ്പത്തി ചിഹ്നം വരച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിൻ്റെ സമയത്തോട് അടുക്കുമ്പോൾ മാത്രം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്ന ശീലം പലയിടങ്ങളിലും കോൺഗ്രസിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചുണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് K മുരളീധരൻ്റെ നേതൃത്വത്തിൽ ഒരു നീക്കം നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാം എന്നുള്ളത്. റിബലുകളുടെ എണ്ണം പരമാവധി കുറച്ചു കൊണ്ടുവന്നുകൊണ്ട് ഒരു വിജയസാധ്യതയുള്ള സീറ്റുകളിലെല്ലാം വലിയ പോരാട്ടം നടത്തി. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിൻ്റെ 2 ഇരട്ടിയോളം സീറ്റുകൾ, ഏകദേശം 30-നടുത്ത് സീറ്റുകളിലാണ് കോൺഗ്രസ് ഇത്തവണ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം BJP-യും CPM-ഉം അതിശക്തമായി വേരോട്ടമുള്ള 2 സംവിധാനങ്ങൾക്കും അതിശക്തമായ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. നിലവിൽ 100 സീറ്റിൽ 9 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനുള്ളത് എന്നുള്ള കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. ആകെപ്പാടെ തിരുവനന്തപുരത്ത് നിയമസഭാ സീറ്റിൽ വിജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത് ഈ പറയുന്ന കോവളം മണ്ഡലത്തിൽ മാത്രമാണ്. മറ്റുള്ള മണ്ഡലങ്ങളിലെല്ലാം ഇപ്പം മറ്റ് പല സ്ഥലങ്ങളിലും BJP 2ാം സ്ഥാനത്ത് എത്തുമ്പോൾ പോലും കോൺഗ്രസിന് പരിതാപകരമായ നിലയിലേക്ക് പുറകിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു. അവിടെ നിന്ന് നമുക്ക് ഒരു തിരിച്ചുവരവാണ് കോൺഗ്രസ് യുവനിരയിലേക്ക് ഇറക്കിയുള്ള പരീക്ഷണത്തിലൂടെ പ്രതീക്ഷിക്കുന്നത്. ശരി, എന്തായാലും മുതിർന്ന നേതാക്കന്മാരെ ഒപ്പം തന്നെ യുവനിരയിലെ നേതാക്കളെയും ഒക്കെ രംഗത്തിറക്കിക്കൊണ്ട് കോർപ്പറേഷനിൽ ഒരു കടുത്ത മത്സരം അല്ലെങ്കിൽ കോർപ്പറേഷനെ തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയോടെ തന്നെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. അതായത് തെരഞ്ഞെടുപ്പ്
വിജ്ഞാപനം വരുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഒരു പടി കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. അമൽ തെരമ്പറമ്പിലാണ് വിശദമായ വിവരങ്ങൾ നൽകുന്നത്. അതേസമയം KS ശബരീനാഥൻ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നുവെന്ന വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് അറിഞ്ഞിട്ടില്ല എന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. വിഷയം പ്രാദേശികമായി പരിഗണിക്കുന്നതാണ്. അത്തരം കാര്യങ്ങൾ തിരുവനന്തപുരത്ത് തീരുമാനിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു.